കേരളത്തിലെ BJPയെ അടിമുടി പിടിച്ചുലയ്ക്കുന്ന വമ്പൻ സാമ്പത്തിക കൊള്ളയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഒരക്ഷരം മിണ്ടാതെ നിയമസഭയിൽ കയറി ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയിക്കാത്ത തരത്തിൽ സഭയിൽ ഇരിക്കുന്ന 3 MLA-മാർക്കും ഇനി വരാൻ പോകുന്നത് 8ന്റെ പണിയാണ്. 1ഉം 2ഉം രൂപയല്ല, കൃത്യമായ കണക്കില്ലാതെ മുക്കിയിരിക്കുന്നത് വലിയ തുകയായ 12 കോടി രൂപയാണ്. അല്ലെങ്കിലും BJP-ക്കാർ എവിടെയുണ്ടോ അവിടെയൊക്കെ കോടികളുടെ കൊള്ളയാണെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി മാറുകയാണ്. മനുഷ്യർ പോട്ടെ, ദൈവങ്ങൾക്ക് പോലും ഇവരുടെ കയ്യിൽ നിന്നും മോചനമില്ല എന്നതാണ് അയോധ്യ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുയർന്ന അഴിമതി കഥകൾ വ്യക്തമാക്കുന്നത്. അവിടെ ദൈവത്തിന്റെ പേരിൽ കൊള്ളയടിച്ചെങ്കിൽ കേരളത്തിൽ ഇവർ കൈവച്ചത് കേന്ദ്ര നേതൃത്വം ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കൊടുത്ത ഫണ്ടിലാണ്. കേന്ദ്രത്തിൽ നിന്ന് ഒഴുകിയെത്തിയ പണത്തിൽ നിന്നും ഇക്കണ്ട കൊടികളും ഫ്ലെക്സുകളും മാറ്റിവെച്ചാണ് നേതാക്കൾ കോടികൾ മുക്കിയിരിക്കുന്നത്. സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലായി 500 കോടിയിലധികം രൂപയുടെ പ്രവർത്തന ഫണ്ടാണ് കേന്ദ്രത്തിൽ നിന്ന് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ഒഴുകിയെത്തിയത്. ഈ ഭീമമായ തുകയിലാണ് ഇപ്പോൾ സംസ്ഥാന നേതാക്കൾ കൈയിട്ട് വാരിയിരിക്കുന്നത്. വെറും കൊടികളുടെയും ഫ്ലെക്സുകളുടെയും നിർമ്മാണത്തിൽ മാത്രം 1.5 കോടി രൂപയുടെ വ്യാജ ബില്ലുകൾ ചമച്ചതാണ് പാർട്ടിയിലെ കേന്ദ്ര ഓഡിറ്റ് വിഭാഗത്തിന്റെ കണ്ണിൽപ്പെട്ടത്. തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വാങ്ങലിന്റെ പേരിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ കൊള്ള. കേന്ദ്രത്തിൽ നിന്ന് വന്ന പണം നേതാക്കളുടെയും അവരുടെ വിശ്വസ്തരുടെയും കീശയിലേക്കാണ് പോയതെന്ന ആരോപണം പാർട്ടിക്കുള്ളിൽ തന്നെ ഇപ്പോൾ വൻ കൊടുങ്കാറ്റായി മാറിയിരിക്കുകയാണ്. ഈ കൊള്ളയുടെ വേരുകൾ തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ മാത്രം അവസാനിക്കുന്നില്ല. കൊല്ലം ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടും കോടികളുടെ വ്യാജ പിരിവാണ് അരങ്ങേറിയത്. 10,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണ ചെലവ് മുഴുവൻ കേന്ദ്ര നേതൃത്വം നേരിട്ട് വഹിച്ചിട്ടും ഇന്റീരിയർ ജോലികളുടെ മറവിൽ വ്യാപാരികളെയും വ്യവസായികളെയും ഇവർ പിഴിഞ്ഞു. ഓരോ നിയോജക മണ്ഡലവും 25 ലക്ഷം രൂപ വീതം നൽകണമെന്ന് കാണിച്ച് സർക്കുലർ ഇറക്കിയാണ് നേതാക്കൾ തങ്ങളുടെ അക്കൗണ്ടുകൾ വീർപ്പിച്ചത്. കേന്ദ്ര ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിൽ കൃത്യമായ ക്രമക്കേടുകൾ കണ്ടെത്തുകയും തട്ടിയെടുത്ത തുക തിരിച്ചുപിടിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്തെ പ്രധാന ഓഫീസുകളുടെ ചുമതലയിലുണ്ടായിരുന്ന നേതാക്കൾക്കെതിരെ സംഘടനാപരമായ കർശന നടപടികൾക്ക് കേന്ദ്രം ഒരുങ്ങുകയാണ്. നിലവിൽ ഈ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ വാർത്തകൾ സംസ്ഥാന നേതൃത്വം കൂട്ടത്തോടെ നിഷേധിക്കുന്നുണ്ടെങ്കിലും അഴിമതിയുടെ തെളിവുകൾ പുറത്തായതോടെ ഇവർക്ക് മറുപടി ഇല്ലാതായിട്ടുണ്ട്. വിദേശ യാത്രയിലുള്ള സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ തിരിച്ചെത്തുന്നതോടെ പാർട്ടിക്കുള്ളിൽ ഈ വൻ സാമ്പത്തിക കൊള്ളയുടെ പുകിലുകൾ കൂടുതൽ വലുപ്പത്തിൽ തെരുവിലേക്ക് എത്തുമെന്നുറപ്പാണ്.